ഹായ് ഹലോ, നമ്മളിന്ന് ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ട് മിൽക്ക് ഷേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വെറും ഒരു മിൽക്ക് ഷേക്കായിട്ട് കാണരുത്. ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ ക്ഷീണവും തളർച്ചയും ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള, കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ്, നല്ലൊരു ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇതിൽ ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. പ്രധാനമായിട്ടും വൈറ്റമിൻ എയുടെ ഒരു കലവറയാണ്. അത് കൂടിയ അളവിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ വൈറ്റമിൻ സിയും ധാരാളം ഇതിലുണ്ട്. പിന്നെ നമ്മുടെ മസിൽസിനൊക്കെ ആവശ്യമായിട്ടുള്ള കാൽസ്യം, അതുപോലെ മഗ്നീഷ്യം എന്നിവ ഇതിലുണ്ട്. മസിൽ പെയിൻ, അതുപോലെ ഉളുക്ക്, ചതവ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും വേദനകളും ഒക്കെ ഉള്ളവർക്ക്, ജോയിൻറ്റ് പെയിൻസ് ഒക്കെ ഉള്ളവർക്ക് ഇത് കഴിക്കുകയാണെങ്കിൽ അതിനെല്ലാം നല്ല പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടും. ഇപ്പോൾ ശരീരത്തിനൊക്കെ ക്ഷീണം അനുഭവപ്പെടുന്നവർക്ക് ഇത് കുടിച്ചു കഴിഞ്ഞാൽ ക്ഷീണമൊക്കെ മാറിയിട്ട് നല്ല എനർജി ഫീൽ ചെയ്യുന്ന ഒരു ഡ്രിങ്കാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ടിൽ ആൻറ്റി ഏജിങ് ഗുണങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസിൽ ധാരാളമായിട്ട് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിക്കാനും അതേപോലെ തന്നെ ചുളികളൊക്കെ വരുന്നത് തടയാനും സഹായിക്കും. ഇനിയും കുറേ ഗുണങ്ങളുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ഷേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള മധുരം ചേർത്ത് കൊടുക്കാം, പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മിക്സിയിൽ വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം. നമ്മൾ ഫുൾ പാൽ ഒന്നിച്ചൊഴിക്കരുത്, കുറച്ച് പാലൊഴിച്ചിട്ട് ആദ്യം അടിച്ചെടുക്കുക. പിന്നീട് ബാക്കി പാൽ ചേർത്തിട്ട് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണിത്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പലതരം ഇൻഫ്ലമേഷൻസ് തടയാനായിട്ട് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്നതിലൂടെ സാധിക്കും. നമ്മുടെ ശരീരത്തിന് ദോഷകരമായിട്ടുള്ള പല ഫ്രീ റാഡിക്കലുകൾ ഫോം ചെയ്യുന്നത് തടയാനും നമ്മളിത് കഴിക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാൻക്രിയാസ് ഗ്രന്ഥിയിലെ കോശങ്ങൾ നശിക്കുന്നത് തടയാനായിട്ട് കഴിവുള്ള ഫ്രൂട്ടാണ് ഇത്. അടുത്തായിട്ട് നമുക്കിത് എത്ര അളവിൽ കഴിക്കാം എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഇത് നമ്മൾ ഒരു ഫ്രൂട്ട് ഒരു 300-350 ഗ്രാമൊക്കെയാണ് കാണുക, ഒരു ആവറേജ് ഫ്രൂട്ടാണെങ്കിൽ. ഇപ്പോൾ വലിയവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഫ്രൂട്ടായിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരമായിട്ട് കഴിക്കുകയാണെങ്കിൽ ഒരു ഫ്രൂട്ടൊക്കെ കഴിക്കാം. കുട്ടികൾക്കാണെങ്കിൽ പകുതി ഫ്രൂട്ട് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ രാത്രിത്തെ ഭക്ഷണത്തിന് പകരമായിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാം. ഇപ്പോൾ വൈകുന്നേരം കളിക്കാനൊക്കെ പോയിട്ട് കുട്ടികൾ ക്ഷീണിച്ച് വന്നിരിക്കുക, അടുത്തതായിട്ട് പഠിക്കാനായിട്ടൊക്കെ ഭയങ്കര ഒരു താല്പര്യക്കുറവ്, ഉന്മേഷക്കുറവൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു എനർജി അവർക്ക് ഫീൽ ചെയ്യും. പഠിക്കുന്നതൊക്കെ നന്നായിട്ട് ഓർത്തിരിക്കാനും ഒക്കെ സാധിക്കും. പിന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ മികച്ചതാണ് ഈ ഒരു ഇങ്ങനെ ഷേക്ക് ഉണ്ടാക്കി കഴിക്കുന്ന ഫ്രൂട്ടായിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാകും. അവർക്ക് നമുക്ക് ഇതേപോലെ ഷേക്കായിട്ട് കൊടുക്കാം. അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടാനായിട്ട് നമുക്ക് പഴയ പോലത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും തന്നെ കൃഷിലോകം ചാനലിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയുടെ വീഡിയോ കണ്ട് ഉറപ്പായിട്ടും ഡ്രാഗൺ ഫ്രൂട്ട് വെച്ച് പിടിപ്പിക്കുക. കാര്യം അത്രയും നല്ലൊരു ഫ്രൂട്ടാണിത്. അപ്പോൾ ആരുടെയൊക്കെ വീട്ടിൽ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.